ചിത്രപതംഗം. പ്രിയ ശ്രോതാക്കളെ, ചിത്രപതംഗത്തിൽ ഇന്ന് ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യറുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അളവൊക്കെ എടുത്ത് അങ്ങനെയാണോ ചെയ്യാറുള്ളത്? പുതിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ, അല്ലെങ്കിൽ തമിഴിൽ നിന്നോ തെലുങ്ക് പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നമ്മൾ അവരുടെ അളവ് മാക്സിമം അവരുടെ പേഴ്സണൽ ടീമിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അല്ലാതെ ഒരുവിധപ്പെട്ട ഒരു 80% ആർട്ടിസ്റ്റുകളുടെയും മെഷർമെന്റ് നമ്മൾക്കെല്ലാം ഇപ്പൊ ബൈഹാർട്ട് അറിയാം. കാരണം ഇന്ന ആൾക്കായിരിക്കും സൈസ്, ഇന്ന കാരണം കുറെ പടങ്ങൾ നമ്മൾ ചെയ്ത് ശീലമുണ്ട്. അതിനിടയിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം മെലിയോ തടിക്കോ എല്ലാം ചെയ്താൽ നമ്മളൊന്ന് വിളിച്ച് ചോദിക്കും, നമുക്ക് ഈ മെഷർമെന്റ് ഉള്ളത് ഇതിൽ ചെയ്താൽ മതിയോ എന്ന്. അതല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ളവർ ഇപ്പം അവർ ഏത് പടത്തിലാണോ കറന്റ്ലി വർക്ക് ചെയ്യുന്നത്, ആ ആർട്ടിസ്റ്റ് അവിടുത്തെ കോസ്റ്റ്യൂം ടീമിനെ കോണ്ടാക്ട് ചെയ്ത് അവിടെ നിന്ന് അളവെടുക്കും. സോ ഇതൊക്കെ ഒരു ഒന്നിച്ചുള്ള പലരും ഒരു ടീം വർക്കാണ്. അപ്പം അവരാണ് ഡിസൈനർ. നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചു, പക്ഷെ ഒരാൾ വന്നത് അവരത് ഇട്ടതിന് ശേഷം അവർ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ഇതിങ്ങനെയല്ല, ഒന്ന് ഇംപ്രവൈസ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ചെയ്യുമോ? അത് ആദ്യ സമയത്തൊക്കെ എനിക്കിത് ഭയങ്കര എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതിനെന്തോ കുഴപ്പം അങ്ങനെയായിരുന്നു. ഇപ്പം പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന, തീരെ കംഫർട്ടബിൾ അല്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഡയറക്ടറുടെ കോളിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. കാരണം പുള്ളി പറയുന്ന കോസ്റ്റ്യൂം അത് ഒരു ആർട്ടിസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര ലൂസാണ്, അല്ലെങ്കിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകും. അല്ലാതെ ഇതിൻ്റെ കളർ ഇഷ്ടമായില്ല, ഇതിൻ്റെ പ്രിന്റ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അത് ക്യാരക്ടറിൻ്റെതാണ്. സോ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മെഷർമെന്റ് ഓഫ് കോഴ്സ് അവരെന്തു പറഞ്ഞാലും അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ബാക്കിയുള്ള സൗന്ദര്യവൽക്കരണമൊക്കെ അവർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഒരു പരിധി കഴിഞ്ഞ് അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ആർട്ടിസ്റ്റ് അവരല്ലല്ലോ, മറ്റൊരു ക്യാരക്ടറായി മാറുന്നതാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾക്കെല്ലാം അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് അവർക്കും, പിന്നെ ഇപ്പൊ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ അവരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇതാണ് കോസ്റ്റ്യൂം, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ പാറ്റേൺ എന്നുള്ളത്. കാരണം അവർക്കും തീരെ അറിയാതെ വന്നിട്ട് ഇതാണോ എന്നൊരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. കോസ്റ്റ്യൂം ഡിസൈനിങ് നമ്മൾ ആദ്യം വരയ്ക്കുവോ? എല്ലാ സിനിമയിലും വരയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പൊ AI-യിലാണ് എല്ലാവരും. ഞങ്ങളൊക്കെ ആട് 3 ചെയ്യാൻ നേരത്ത് AI-യിലാണ് ഞാൻ ഭയങ്കരമായിട്ട് AI ചെയ്യുന്നല്ല, എനിക്ക് ടീമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ക്യാരക്ടറിന്റെ കൃത്യമായിട്ട് സ്കെച്ചിങ് പെർഫെക്ഷനിൽ വരുമായിരുന്നു. ആട് ജീവിതം സ്കെച്ച് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, സേതു എന്ന് പറയുന്ന. എല്ലാവരുടെയും ക്യാരക്ടർ കൃത്യമായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ആദ്യ പടമായ 7000 കണ്ടി, ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടിയിൽ ഒരു ഇങ്ങനത്തെ ഒരു ഫാന്റസി പീരീഡ് ഉള്ളതുകൊണ്ട് അന്ന് വേറൊരാൾ വരയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾക്ക് പിൻട്രസ്റ്റ് പല പല ആപ്സ് ഉണ്ട്, നമുക്ക് ഫോട്ടോസ് ഈസി ആയിട്ട് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിലുള്ള റെഫറൻസുകൾ എടുക്കും. അങ്ങനെ ഇപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ് കോസ്റ്റ്യൂം ഡിസൈനിങ് പഴയ കാലത്തെ അപേക്ഷിച്ച്. AI വന്നതിന് ശേഷം അല്ല, AI വന്നതല്ല ചേച്ചി, ഞാൻ വന്ന സമയം മുതൽ കുറെ കൂടെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാനിപ്പോ 11 വർഷമായി സിനിമയിൽ. ഞാൻ വരുമ്പോൾ മുതലേ ഇത് കുറച്ചും കൂടെ ഈസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ബുദ്ധിമുട്ട്. സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുന്ന പോലെ അല്ല നമ്മൾ വാങ്ങുന്നത്. ആർട്ടിസ്റ്റിന് കംഫർട്ടബിൾ ആവണം, ഡയറക്ടറുടെ മനസ്സിലെ ക്യാരക്ടറിന് സെറ്റ് ആവണം, ക്യാമറാമാൻ്റെ കളർ പാലറ്റിൽ ഉണ്ടാവണം. ഇതെല്ലാം സെറ്റായി വരുമ്പോൾ പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റിൽ നിൽക്കണം. സോ നമ്മളൊരു കോസ്റ്റ്യൂം നമുക്ക് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ മിനിമം ഒരു 20 മിനിറ്റ് എടുക്കൂലേ മിനിമം. അപ്പോൾ ഒരു സിനിമയിലെ 100-300 പേർക്ക് വേണ്ടി ചെരുപ്പും ബെൽറ്റും കമ്മലും ഷൂ എല്ലാം കൂടെ വാങ്ങുമ്പോൾ, അതായത് കോസ്റ്റ്യൂം വാങ്ങുമ്പം ഓരോ കടയിലും കയറി ഇറങ്ങി നമുക്ക് കുറച്ച് കഴിയുമ്പം അതൊരു നല്ല ജോലിയാണ്. നല്ല നമ്മൾ നടന്ന് ഇപ്പൊ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ വന്ന കാലം മുതൽ ഇവിടെ ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. അന്ന് വരെ ഇവിടെ അവൈലബിൾ അല്ലാതെ ഇരുന്ന പല ബ്രാൻഡുകളും ഇന്ന് കൊച്ചിയിലുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. എനിക്ക് അത്ഭുതവും ഞാൻ ഭയങ്കര ആരാധനയോടെയും കാണുന്നത് അതിന് മുമ്പുള്ള കാലത്തില്ലേ, 80s-ലും 90s-ലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഇല്ലേ ഇവിടെ. അത് ഇപ്പൊ SP സതീശൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും
മനസ്സുകൊണ്ട് ഗുരുവായി കാണുന്ന ഈ മലയാളത്തിലെ ഒത്തിരി നാഷണൽ അവാർഡ് വാങ്ങിയ സതീഷ് ഏട്ടനൊക്കെ ചെയ്തു വെച്ച ലാലേട്ടന്റെ ഗുരു എന്ന് പറഞ്ഞ സിനിമ, ഒത്തിരി സിനിമ, സ്വപ്നക്കൂട്, പല പീരിയഡ് ആയാലും മോഡേൺ ആയാലും അവരെല്ലാം ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. അന്ന് ഇത്രയധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത്, അന്ന് മൊബൈൽ ഫോണോ അങ്ങനെ ഒന്നും വ്യാപകമായി ഇല്ലാത്ത സമയത്ത് റെഫറൻസ് ഇല്ല. ഇപ്പൊ ഇവിടുന്ന് നമുക്കൊരു സംശയം വന്ന ഒരു ഫോട്ടോ എടുത്ത് ഡയറക്റ്റ് വാട്സപ്പ് ചെയ്യാം, ഇത് മതിയോ എന്നുള്ളത്. ഇതൊന്നില്ല, നേരിട്ട് കൊണ്ടുവന്ന് കാണിക്കണം. അപ്പൊ അവരാണ് മാറ്റം വരുത്തണം. എന്നാ അന്നുള്ള കോസ്റ്റ്യൂംസ് പലതും ഇന്ന് ആലോചിക്കുമ്പം ഇന്ന് ഇത്രയും ഇംപ്രൂവ്ഡ് ആയ ഒരു സംഭവം ഉണ്ടായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചില വർക്കാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന് തോന്നാറുണ്ട്. അതിലെനിക്ക് അവരോടൊക്കെ ഭയങ്കര അത്ഭുതവും ആരാധനയാണ്. പിന്നെ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആവശ്യമുള്ള ക്ലോത്തൊക്കെ വാങ്ങുകയാണല്ലോ, അപ്പോൾ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംവിധായകൻ നിർദ്ദേശിക്കുമോ? ഇല്ല, അങ്ങനെ അവർ പറയാം, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് വാങ്ങാം അല്ലേ? എന്നിട്ട് ഈ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ആദ്യമായി തന്നെ ഫണ്ട് അല്ലെങ്കിൽ ATM കാർഡ്, കമ്പനിയുടെ കാർഡ് തരും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ആളുടെ വഴിയോ എന്തെങ്കിലും ഒരു പ്രോപ്പർ, ഇപ്പൊ GST എല്ലാം ഉണ്ടല്ലോ കൃത്യമായി, നമ്മൾ ഏത് കമ്പനിക്കാണോ വാങ്ങുന്നത് അപ്പൊ അതിൽ GST ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ബില്ലിംഗ് ഒക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ 6 ഇയേഴ്സ് ആയിട്ടുള്ളത്. സോ അതിന് പ്രോപ്പറായിട്ട് അവരുടെ കമ്പനി കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻ വഴിയോ ഒക്കെയാണ് ചെയ്യുന്നത്. അത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നാണ് വാങ്ങാറുള്ളത് അല്ലേ? ഇനി നല്ല വസ്ത്രങ്ങളൊക്കെ, ഇപ്പം നല്ലൊരു ഷർട്ട് നമ്മളൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഉപയോഗിച്ചു, പിന്നീട് അതൊക്കെ എന്താ ചെയ്യുന്നത്? എന്നോട് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമ്മൾ എവിടെ പോയാലും കോസ്റ്റ്യൂം ഡിസൈനർ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഇത്. അത് ഏറ്റവും എനിക്കൊന്ന് കൗതുകമുള്ള കാര്യമാണെന്ന് തോന്നല്ലേ. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രൊഡ്യൂസറുടെ പൈസക്കാണ് നമ്മളിത് വാങ്ങുന്നത് എന്ന്. സിനിമ ലാസ്റ്റ് ഡേ പാക്കപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബില്ല് സബ്മിറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ ആ വാങ്ങിയ സാധനങ്ങളെല്ലാം എണ്ണി കൃത്യമായിട്ട് ട്രങ്ക് ബോക്സിൽ ലോക്ക് ചെയ്ത് പ്രൊഡക്ഷൻ ഹൗസിന് കൊടുക്കും. പ്രൊഡക്ഷൻ ഹൗസിന് അത് കൊടുത്തു കഴിയുമ്പോൾ സിനിമ റിലീസ് വരെ അവരത് പ്രോപ്പറായി സൂക്ഷിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സീൻ റീഷൂട്ട് വന്നു, ഒരു പാച്ച് എടുക്കേണ്ട വന്നു, ഇതിലേതെങ്കിലും കോസ്റ്റ്യൂമോ ആക്സസറിയോ വേണ്ടി വരും. അവിടെ റിലീസ് വരെ ആ കോസ്റ്റ്യൂം ഒന്നും മിസ്സാവാതെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഉണ്ടാകും. പിന്നീട് ആ പ്രൊഡ്യൂസർ തന്നെ അടുത്ത പടം ചെയ്യുമ്പോൾ ഞാനോ അല്ലെ മറ്റേതെങ്കിലും കോസ്റ്റ്യൂം ഡിസൈനറോ ആയിരിക്കുമല്ലോ, അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കോസ്റ്റ്യൂംസ് എടുത്തിട്ട് ഇതിൽ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കോ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഉപയോഗിക്കും. ചിലർ ഇപ്പം ഇമ്മീഡിയറ്റ് പടം ചെയ്യുന്നില്ലെങ്കിൽ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഈ കോസ്റ്റ്യൂം അവർക്ക് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ അല്ലെ ഓഫീസ് സ്റ്റാഫിനോ അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് അതൊക്കെ ചെലവഴിക്കുക അല്ലേ? ബോംബെയിലൊക്കെ ചെന്നാൽ സിനിമാ താരങ്ങൾ ഉപയോഗിച്ച ഡ്രസ്സ് വിൽക്കുന്ന കടകൾ വരെയാണ്. അതെ, ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു, മഷർ ഹംസ പറയുന്ന ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്. അപ്പോൾ ത്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് യൂസ്ഡ് ലൈക്ക് സിനിമ അങ്ങനെ ഒരു പുതിയ പരിപാടി പുള്ളി തുടങ്ങുന്നത് ഞാൻ കണ്ടു, കൊച്ചിയിലും കൂടെ. ഇനി നമുക്ക് പോകാനുള്ളത് സംവിധാന രംഗത്തേക്കാണ്. ഒരു കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ സംവിധായകനുമായിട്ട് നിരന്തരമായൊരു സമ്പർക്കം, പിന്നെ ലൊക്കേഷനുകളിലെല്ലാം പരിചയം, അഭിനേതാക്കളുമായിട്ടും സാങ്കേതിക വിദഗ്ധരുമായിട്ടൊക്കെയുള്ള അടുപ്പം, ഇതൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരാൾക്ക് സംവിധാന രംഗത്തേക്കുള്ള പ്രവേശനം എളുപ്പമായിരുന്നോ? ഒരിക്കലും അല്ല, ഇപ്പോഴും എളുപ്പമല്ല. രണ്ടാമതൊന്ന് പ്രവേശിക്കണമെങ്കിൽ പോലും അത്ര നമ്മൾ ഒരു സിനിമ ചെയ്തത് കൊണ്ടൊന്നും ഭയങ്കര എളുപ്പമല്ല. അതായത് ഞാൻ എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ആദ്യ പടം ചെയ്യുമ്പോൾ നമ്മൾ പുറമേ എന്നുള്ളവർ വിചാരിക്കും ഇവരെല്ലാവരുമായിട്ടും പരിചയമുണ്ട്, എല്ലാവരെയും അറിയാം, അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരിക്കും സിനിമയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാന്നുള്ളതല്ല, ഒരു കഥ പറയാൻ എളുപ്പമായിരിക്കും, ഒരു പ്രൊഡക്ഷൻ കിട്ടാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഒരുപാട് പരിചയമുള്ളത് ചില സമയത്ത് നമുക്ക് വിനയാകും എന്ന് പറയില്ലേ. കാരണം എന്നെ ആകെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ. പക്ഷെ എല്ലാം ശരിയായി വന്നു. ഷറഫുദ്ദീൻ വരുന്നു, രജിഷ വരുന്നു, B3 ക്രിയേഷൻസ് പ്രൊഡക്ഷൻ വരുന്നു. അങ്ങനെ ആ സിനിമ സംഭവിച്ചു. സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ളത് ഇത്രയും വർഷത്തെ എൻ്റെ ഒരു പരിചയവും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നത് കൊണ്ട് സെറ്റിലെ പരിപാടിയൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഒരു മധുരമനോഹര മോഹത്തോടെ ആ മോഹം അവസാനിച്ചോ? മോഹം അവസാനിച്ചില്ല, മോഹം കൂടിയുള്ളൂ. മോഹം ഒന്ന് പോവണിയാ ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇപ്പോൾ? പ്ലാനിങ്ങുകളുണ്ട് ചേച്ചി, പക്ഷെ അതിലോട്ട് എത്തുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വിചാരിച്ചാൽ അടുത്ത മാസം ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഞാനുള്ളത്. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യവും പോകണം എന്നില്ല. അതിൽ വേറെ 100 കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പുറകിലാണ്. അത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഒരു നവാഗത സംവിധായിക ചെയ്ത ആ ഒരു മധുരമനോഹര മോഹം എന്നുള്ള സിനിമ മൊത്തത്തിൽ എത്ര ദിവസം എടുത്തു അത് പ്ലാൻ ചെയ്യാനും അതിൻ്റെ കാസ്റ്റിങ്ങിനും അതിൻ്റെ കോസ്റ്റ്യൂമിനും? എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ. 2020 ഞാൻ ഈ സിനിമ ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തു. ഏത് മധുരമനോഹര മോഹം. അപ്പോൾ തീരുമാനം മാത്രമേ ഉള്ളൂ. രജിഷ വിജയനും കൂടെ ഉണ്ട്. 21 ആയപ്പോഴാണ് 2021 ആയപ്പോൾ ഷറഫുദ്ദീൻ ഓക്കെ പറഞ്ഞു. 2022 പ്രൊഡ്യൂസർ വരുന്നത്. അപ്പോഴാണല്ലോ ആക്ച്വലി നമുക്ക് തുടങ്ങി എന്ന് പറയാൻ പറ്റും. അതുവരെ നമുക്കൊന്നും ഇതൊക്കെ ഉണ്ട്, ആഗ്രഹം മാത്രമല്ലേ. സോ പ്രൊഡ്യൂസർ വന്ന് ഓൺ ബോർഡ് ആയതിനു ശേഷം എല്ലാം പെട്ടെന്നായിരുന്നു. 3 or 4 മാസം പ്രീ പ്രൊഡക്ഷൻ, 44 ദിവസം ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 to 4 months ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ. അങ്ങനെ പിന്നെ അതിന്റെ കോസ്റ്റ്യൂം ചെയ്തതാരാണ്? അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ ആടുജീവിതത്തിൽ അസോസിയേറ്റ് ആയി നിന്ന സനൂജ് ഖാൻ എന്ന് പറയുന്ന 10 വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സനൂജ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യം ചെയ്തത് എൻ്റെ സിനിമയാണ്. ശരി, പുതിയൊരു സംവിധായക പിറന്നു, ഒരു പുതിയ കോസ്റ്റ്യൂം ഡിസൈനർ. അതിലൂടെ തറവാടിന്റെ അന്തസ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ. എന്ത് പറയാനാ, ഒരു കാലത്ത് ആന മുറ്റത്ത് നിന്ന തറവാടായി. എന്നിട്ട് അച്ഛൻ്റെ അമ്മായിയുടെ മോൾ അമ്പുജാക്ഷി ആനപ്പാപ്പാന്റെ കൂടെ ഒളിച്ചോടി പോയി. അപ്പോ ആനയോ? ആനയുടെ പുറത്ത് കയറിയ 2 കൂടെ പോയത്. പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെറും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉണരൂ, ഉണരൂ നിങ്ങൾ. നമ്മുടെ ഒരു ചെക്കൻ പോയി വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണെ വിളിച്ചോണ്ടിരുന്നെങ്കിൽ പിന്നെ കൊടുത്തു വെക്കാം. ആ സിനിമ തന്ന ഒരു വലിയ സന്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാഷ്ട്രീയമുണ്ട് അതിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലേ? അതെ. അതുപോലെയുള്ള സിനിമകളാണോ താല്പര്യം? ചേച്ചി, അതിപ്പം ചേച്ചി പറഞ്ഞില്ലേ, അതില് നമ്മൾ പറയാതെ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയില്ലേ, ഒരു മറച്ചു വെച്ച് പറയുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ ലെയർ ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം എന്ന് പറയില്ലേ. എനിക്ക് അങ്ങനത്തെ പൊളിറ്റിക്സ് പറയുന്ന സിനിമകളോട് കുറച്ച് കൂടുതൽ, എന്ന് വെച്ചാൽ എന്റെ രാഷ്ട്രീയം ഇതാണ്, ഇത് പറയാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറുടെ 6 കോടി രൂപ മുടക്കി എന്റെ രാഷ്ട്രീയം പറയണം എന്നുള്ളതല്ല എൻ്റെ ഒരു ഇഷ്ടം. എനിക്ക് എന്തെങ്കിലും അങ്ങനെ ആ കഥയിൽ യോജിച്ചു പോകുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രം അത് ഇങ്ങനെ ഒരു എന്റർടൈനിങ് ആയിട്ട് പറഞ്ഞു പോവാൻ എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അടുത്തത് ആഗ്രഹമുള്ള എൻ്റെ സിനിമ അതൊരിക്കലും ഒരു രാഷ്ട്രീയം പറയുന്നതൊന്നുമല്ല. അതൊരു പ്രോപ്പർ എന്റർടൈനർ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെയാണ് എനിക്ക് അടുത്തത് ചെയ്യണം എന്ന് ആഗ്രഹം. പക്ഷെ എല്ലാ കാലത്തും ഈ പറയാതെ പറയുന്ന ഇപ്പൊ ശ്രീനിവാസൻ സാറിന്റെ പരിപാടികളല്ലേ, അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത പ്രോജക്റ്റ് ഏതുവരെ എത്തി? അത് തുടക്കത്തിലാണ്, എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. ആലോചന നടക്കുന്നതാണ്. അതെ അതെ. ഇതിനിടയിൽ സിനിമയിൽ മുഖം കാണിക്കണമെന്ന് തോന്നിയില്ല? ഒരിക്കലും ഇല്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട്. ക്യാമറയുടെ പുറകില് നിന്ന് വർത്താനം പറയാൻ വേണമെങ്കിൽ 3 മണിക്കൂർ നോൺ സ്റ്റോപ്പായി ഞാൻ സംസാരിക്കും. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നരേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ട് പറയാൻ, ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷേ ആക്ഷൻ എന്ന് വിളിച്ചാൽ എന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കണ്ടാൽ ഞാൻ അപ്പം തലറങ്ങി വരും. എനിക്ക് ഭയങ്കര പേടിയാണ്. എവിടെയും നിന്നിട്ടില്ല? ഇല്ല, എൻ്റെ അടുത്ത് ഞാൻ നിന്നത് പെർഫോമൻസ് ഭയങ്കര നല്ലതായതുകൊണ്ട് ആദ്യം എഡിറ്റ് ചെയ്ത് തന്നെ കളഞ്ഞു. അത് ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന് പറഞ്ഞൊരു സിനിമയില്. അതെ. അപ്പൊ അൽത്താഫ് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അൽത്താഫ് ഇങ്ങനെ എനിക്ക് പേടിയാണെന്ന് അറിയുന്നത് കൊണ്ട് കോസ്റ്റ്യൂമിന് ഒരു പ്രശ്നമുണ്ട്, പെട്ടെന്ന് സെറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച്, അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ 2 പേജുള്ള ഡയലോഗ് തന്ന് എനിക്ക് അപ്പോഴേ എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങി. പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നെ അറിയില്ലോ,
ക്യാമറയിലായാലും ചായ തരുന്ന പ്രൊഡക്ഷൻ ചേട്ടന്മാരായാലും അവർക്കെല്ലാം നമ്മുടെ കൂടെ ഒരാൾ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ ചെയ്യുന്നവർ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ 2 പേജ് ഡയലോഗ് ആണെങ്കിലും അതിൽ ക്യാൻസറിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ മാമോഗ്രാം അത് ഇത് പറഞ്ഞ മെഡിക്കൽ ടേംസ് ആണ്. എനിക്ക് ജീവിതത്തിൽ അറിയാത്ത മുഴുവൻ മെഡിക്കൽ സയൻസിനെ കുറിച്ചുള്ള സാധനങ്ങൾ ഇത് മുഴുവൻ ഇരുന്ന് ഞാൻ പഠിച്ച് വേർത്ത് അവസാനം ഞാൻ ഒരു കോപ്പി അടിക്കാൻ വേണ്ടി ഡയലോഗ് എഴുതുന്നതല്ല, എൻ്റെ മുമ്പിൽ ഒരു പ്രോപ്പർട്ടിയിൽ ഡയലോഗ് വരെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വിഷമിച്ച് അഭിനയിച്ച എന്നെ ഫസ്റ്റ് എന്നെ കട്ട് ചെയ്ത് കളഞ്ഞു എഡിറ്റില്. ഞാൻ പോലും ഇന്നുവരെ അഭിനയം കണ്ടിട്ടില്ല. ശരി, അത്ര മനോഹരമായിരുന്നു. അപ്പൊ എന്നോട് അൽത്താഫ് പറയാറുണ്ട്, അവന്റെ അവസാനത്തെ സിനിമയിൽ ഞാൻ നായികയായിരിക്കുന്നു. അതോടെ അവൻ പരിപാടി നിർത്തി. മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം, മധുര മനോഹര മോഹം. സിനിമയിൽ ഈ സാങ്കേതിക വൈദഗ്ധ്യം, പ്രയത്നം, പ്രതിഭ ഇതൊക്കെ കൂടാതെ അവിടെയുള്ള കണക്ഷൻസിന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, അവിടെ നിലനിന്ന് പോകാനായിട്ട്? ഞാൻ പറയാം, എനിക്ക് കോസ്റ്റ്യൂം ചെയ്യുന്നതാണല്ലോ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ്. കോസ്റ്റ്യൂം ചെയ്തിട്ടാണല്ലോ. അതിനെ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഒരു പോളിഷ് അടിച്ച് പറയുന്നതോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് 11 വർഷം മുമ്പ് സിനിമയിലുള്ള സൗഹൃദങ്ങൾ തന്നെ ഇന്നും ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള സുഹൃത്തുക്കളൊന്നും സിനിമയായിട്ട് ബന്ധപ്പെട്ടവരോ, ഞാൻ പറയുന്നത് സൗഹൃദം എന്ന് പറഞ്ഞാൽ പരിചയമുള്ളവരുണ്ട്, ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നവരുണ്ട്. അതല്ലാതെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി അവിടെ ഏത് സിനിമയാണ്, ഇവിടെ ഏത് സിനിമയാണ്, ആ സിനിമയിൽ ആരാണ്, അങ്ങനെയൊന്നും ഒരുപക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ദൈവം തന്ന അനുഗ്രഹമായിരിക്കാം. അങ്ങനെ ഇല്ലാതെ തന്നെ സിനിമ വരുന്നത്. അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഞാനതാ പറയാം, സിനിമാ മേഖലയിൽ അങ്ങനെ ഒന്നും ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ആക്ടേഴ്സിന് ഒരുപക്ഷെ ചിലപ്പം കുറച്ചും കൂടെ ഉണ്ടാവാം. ടെക്നീഷ്യൻസിന് അത്രയും നെറ്റ്വർക്കിങ്ങിന്റെ ആവശ്യം വരുമോ എന്നുള്ളത് നമുക്ക് വേണ്ടി നമ്മുടെ ഫേസ് അല്ലല്ലോ വരുന്നത്, നമ്മുടെ വർക്കല്ലേ സ്ക്രീനിൽ വരുന്നത്. അത് കണ്ട് തന്നെ അതൊരു നെറ്റ്വർക്കിങ്ങിലോട്ട് പോകാറുണ്ട്. അതേസമയം ആർട്ടിസ്റ്റുകൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ, ഞാൻ പറയുന്നത് ഇപ്പൊ വളരെ സക്സസ്ഫുൾ ആയിട്ട് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല, ചെറിയ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന എനിക്കും അറിയുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് കോമ്പറ്റീഷനിലുണ്ട്. ഞാൻ പറയുന്നത് നായകനോ നായികയെ കുറിച്ചല്ല, അതിന് താഴെ വരുന്ന ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരെ കുറിച്ചാണ്. അവരൊക്കെ ചിലപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്തതിലോട്ട് പോകുമ്പം കഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. അപ്പൊ തോന്നാറുണ്ട് അയ്യോ എന്തൊരു സ്ട്രഗ്ലിംഗ് ആണ് എന്ന് തോന്നാറുണ്ട്. നല്ലൊരു പോരാട്ടം ആവശ്യമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നു. ഉറപ്പായിട്ടും. ഇപ്പം നിലനിൽക്കാൻ ബുദ്ധിമുട്ടായി. അതെ, ഇപ്പൊ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പറയുന്നത്. ഒരു ഡയറക്ഷനിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത പടം ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുമ്പോൾ ഞാൻ പറയാം. അപ്പൊ ഞാൻ ഇതിന്റെ അന്നേരം ഞാൻ പറയാം ഇപ്പൊ ഞാൻ എന്താണ് എന്നുള്ളത് കുറച്ചും കൂടെ അന്ന് പറയാനായിരിക്കും എനിക്കും സന്തോഷം. അല്ല, ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും സക്സസ്ഫുൾ ആയവരെ മാത്രമല്ലേ നമ്മൾ കാണുന്നത്. അതെ, അതിന്റെ ഇടയിൽ ഒരു സിനിമ ചെയ്തിട്ട് അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരിക്കും ചിലപ്പോ, പക്ഷെ പടം ഫ്ലോപ്പാന്ന് വെച്ചോ, ഈ മ്യൂസിക് ഡയറക്ടറുടെ പാട്ട് ഭയങ്കര മില്യൺസ് റീച്ച് കിട്ടിയതാണെങ്കിലും ചിലപ്പം അവരെ പടം വർക്കായില്ല എന്നുള്ള റീസൺ കൊണ്ട് തഴയപ്പെടും. അങ്ങനെയുള്ള സുഹൃത്തും എനിക്കുണ്ട്. ഇതിനൊരു ഇങ്ങനെ അടിച്ചു പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാ രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തെ സിനിമ ജീവിതത്തിനിടയിൽ തൊഴിൽ രഹിതയായി ഇരിക്കേണ്ടി വന്ന ഒറ്റ ദിവസമെങ്കിലും ഉണ്ടോ? ഞാൻ മനഃപൂർവ്വ രഹിതയായിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ മധുരമനോഹരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ 1 മാസം 3-4 സിനിമ കോസ്റ്റ്യൂം ചെയ്യാനുള്ള ഓട്ടമായിരുന്നു. ഒരു പടം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പഴയ പോലെ അത്രയും പടം ഇങ്ങനെ ആക്രാന്തം കുറച്ചും കുറഞ്ഞു. എന്നിട്ട് ഇത്തിരിയോടെ സമാധാനത്തിൽ ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പൊ ചെയ്യലുള്ളൂ. അതൊരു ഇരിപ്പിടം കണ്ടെത്തി ഇനിയൊന്ന് സമാധാനിക്കാം എന്നുള്ളൊരവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെ തോന്നുന്നു. ഇനി എന്താവോന്ന് ആർക്കറിയാം. അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയുള്ള സിനിമാ ജീവിതത്തിലും എല്ലാ ആശംസകളും. അടുത്ത പടം കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ അടുത്ത പടം കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് അന്ന് ഞാൻ പറയുന്നതുമായിരിക്കും ചേച്ചി. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു. ചലച്ചിത്ര സംവിധായികയും കോസ്റ്റ്യൂം ഡിസൈനറുമായ സ്റ്റെഫി സേവ്യറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കഥ പറഞ്ഞ
അഭിമുഖം നിർവഹണം പ്രീതി, സഹകരണം അൻവർ. ഗടഗടവക്ക് മോട്ടോർ ബൈക്കിൽ ചിത്രപതംഗം. അവതരണം ആകാശവാണി കൊച്ചി നിലയം.